മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 6ഉം 7ഉം തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുന്നുണ്ട്. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട, അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ തലമുടിയുടെ എണ്ണം എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് ഓരോ ദിവസവും ഓരോ നിമിഷവും അവിടുന്ന് ശ്രദ്ധിക്കുന്നു. കാരണം നമ്മുടെ തലമുടി കൊഴിയാറുണ്ട്. അതിൻ്റെ എണ്ണം കൊഴിയുന്നതിൻ്റെ അല്ല, നമ്മുടെ തലയിലുള്ള തലമുടിയുടെ എണ്ണം കർത്താവിന് അറിയാമെങ്കിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും അവിടുന്ന് നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് അറിയുന്നുണ്ട്. ഈ ഒരു ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എൻ്റെ കർത്താവ് എന്നെ അറിയുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്, എൻ്റെ കൂടെ അവിടുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത് ഭയപ്പെടേണ്ട. അവൻ കൂടെയുണ്ട് എങ്കിൽ, അവൻ എൻ്റെ കാര്യം അറിയുന്നുണ്ട് എങ്കിൽ, എൻ്റെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ, അതൊരു വിശ്വാസമായി നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിച്ചാൽ ഭയം തനിയെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകും. പല കാര്യങ്ങളെ ഓർത്ത് നമ്മളൊക്കെ ഭയമുള്ളിൽ സൂക്ഷിക്കുന്നവരാണ്. ഭാവിയെക്കുറിച്ച്, കുടുംബത്തിൻ്റെ കാര്യം, മക്കളുടെ കാര്യം, ജോലി മേഖലകളുടെ കാര്യം, പഠന മേഖലകളുടെ കാര്യം, പരീക്ഷകളുടെ കാര്യം, ഇങ്ങനെ പല വിധത്തിലുള്ള ഭയം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ഈ ഭയം മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ ഒരു ചിന്ത വിശ്വാസമായി സ്വീകരിക്കണം. എൻ്റെ കർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അവിടുന്ന് എന്നെ അറിയുന്നുണ്ട്, അവിടുന്ന് എൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാണ്. വീണ്ടും പറയുകയാണ്, അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, കുരുവികളെ നമ്മളാരും അധികം ശ്രദ്ധിക്കാറില്ല. കാരണം അത് ചെറുതാണ്. എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന, ആരുടെയും ശ്രദ്ധയില്ലാതെ പോകുന്ന കുരുവിയെപ്പോലും ദൈവം പരിഗണിക്കുന്നുണ്ട് എങ്കിൽ കുരുവികളെക്കാൾ വില നൽകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അവിടുന്ന് പരിഗണിക്കില്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും അവിടുന്ന് പരിഗണിക്കില്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളിൽ നമ്മെ അവിടുന്ന് പരിഗണിക്കില്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ വീഴ്ചകളിൽ നമ്മെ അവിടുന്ന് പരിഗണിക്കില്ലേ? നമ്മുടെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും പരിഗണിക്കുന്നവനാണ്, നമ്മുടെ കാര്യങ്ങൾ ഓർക്കുന്നവനാണ്. ഈ ഒരു ചിന്ത വിശ്വാസമായി നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കണം. ഞാൻ എത്രമാത്രം ചെറുതാണെങ്കിലും, ആരെല്ലാം എന്നെ അവഗണിക്കുന്നുണ്ട് എങ്കിലും എൻ്റെ കർത്താവ് എന്നെ അവഗണിക്കുന്നില്ല. ഈ ചിന്തയോടെ നമുക്ക് ജീവിക്കാം, കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈ ദിവസത്തെയും ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൂടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും അധ്വാനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങി ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സംരക്ഷിച്ച് പരിപാലിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. ഈശോയെ, എല്ലാ തടസ്സങ്ങളും ഇവരിൽ നിന്ന് ഇപ്പോൾ വിട്ടുമാറട്ടെ. എല്ലാ തിന്മകളും ഇവരുടെ ജീവിതം തകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.